ഇനിയൊരു ഫ്ലാഷ് ബാക്ക് ആണ്. അമ്മയുടെ റിമൈൻസ് സൂക്ഷിച്ചേക്കുന്ന ടെമ്പിൾ ഇനെ വിസിറ്റ് ചെയ്യുകയാണ്. അവിടെ വെച്ചാണ് ആത്മഹത്യക്ക് റെഡി ആയിട്ട് നിൽക്കുന്ന ജയോളിനെ കാണുന്നത്. അവിടുന്ന് താഴേക്ക് കാണുന്നത് ഹൈക്കിങ്ങിന് ആളുകൾ വരുന്ന വഴിയാണ്. കുറച്ചുനേരം അവിടെ നിന്ന് കാറ്റൊക്കെ കൊണ്ടിട്ട് ഇയാൾ തിരിച്ചു പോന്നേക്കൂ. ഈ വിൽ പവർ ജീവിക്കാനായിട്ട് ഉപയോഗിക്കാം. ഇവിടുന്ന് താഴേക്ക് പോകുന്ന വഴി ഇതിലും മനോഹരമായ കാഴ്ചകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇന അവിടുന്ന് പോകുന്നത്. അവള് ബസ് സ്റ്റോപ്പിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും രാത്രി ആയിട്ടുണ്ടാവും. ലാസ്റ്റ് ബസ് പോയിട്ടുണ്ടാവും. അവൾ ബസ് നോക്കിയിരിക്കുമ്പോൾ ജയോൾ അങ്ങോട്ടേക്ക് വരും. ലാസ്റ്റ് ബസ് പോയി, ഞാൻ ലിഫ്റ്റ് തരാമെന്ന് പറയുമ്പോൾ കുറച്ചു നേരം മുമ്പേ സൂയിസൈഡ് ചെയ്യാൻ പോയ ഒരാളെ വിശ്വസിക്കാൻ എനിക്ക് പ്രയാസമുണ്ടെന്ന് അവൾ പറയും. വീണ്ടും ഇയാളെ ജീവനോടെ കാണാൻ പറ്റിയതിൽ എനിക്ക് സന്തോഷമുണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവൾ അവിടുന്ന് പോകുന്നത്. കുറച്ചു നാളുകൾക്ക് ശേഷം ഇന ഹെമു കോർപ്പറേഷനിൽ ഇന്റേൺ ആയിട്ട് ജോയിൻ ചെയ്യും. വെൽക്കം പാർട്ടിയുടെ അന്ന് അവിടെ വെച്ച് അവൾ വീണ്ടും ജയോളിനെ കാണും. അന്നാണ് അവൻ ആരാണെന്ന് അവൾ തിരിച്ചറിയുന്നത്. ജയോള് അന്ന് കമ്പനിയിൽ ഒരു മാനേജറാണ്. ആ ഒരു എൻകൗണ്ടർ രണ്ടുപേർക്കും കുറച്ച് ഓക്വേർഡ് ആണ്. അതുകൊണ്ട് തന്നെ പാർട്ടിക്കിടയിൽ ജയോള് സ്മോക്ക് ചെയ്യാനായിട്ട് പോകുമ്പോൾ ഇനിയും കൂടെ ചെല്ലും. ഇത്രയും വലിയൊരു കോർപ്പറേഷനിലെ പ്രസിഡന്റിന്റെ മോനാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്ന് അവൾ പറയുമ്പോൾ, അങ്ങനെയാണെങ്കിൽ എന്റെ ഫാമിലിയിൽ എനിക്ക് വലിയ വാല്യൂ ഇല്ലാന്നും ഇയാൾക്ക് മനസ്സിലായി കാണുമല്ലോ എന്ന് അവൻ തിരിച്ചു ചോദിക്കും. അതുകൊണ്ടാണോ അന്ന് അങ്ങനെ ഒരു അവസ്ഥയിൽ എനിക്ക് കാണേണ്ടി വന്നതെന്ന് അവൾ ചോദിക്കുമ്പോൾ അവനൊന്നും മിണ്ടത്തില്ല. അവൾ വീണ്ടും പേര് പറഞ്ഞ് പരിചയപ്പെടുത്തും. കാരണം ഇനി അവർ ഒന്നിച്ച് വർക്ക് ചെയ്യാനുള്ളതാണല്ലോ. എന്തെങ്കിലും ഒരിക്കൽ ഇയാളെ വീണ്ടും കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു എന്ന് ജയോള് അവിടെ വെച്ച് എന്നെ അടുത്ത് പറയും. അങ്ങനെ കുറെ നാൾ കമ്പനിയിൽ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റിൽ നിന്ന് ജയോളിന്റെ പേര് മാറ്റാൻ വേണ്ടിയിട്ട് മറ്റൊരു ഒഫീഷ്യൽ ഇതിനെടുത്ത് ആവശ്യപ്പെടും. ഈ പ്രോജക്റ്റ് ഇത്രയും കാലം ഇതെല്ലാം നോക്കി നടത്തിയത് ജയോളാണ്, പിന്നെ എന്തിനാണ് പേര് മാറ്റുന്നതെന്ന് ചോദിക്കുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കി വേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട്. ജയോളിന്റെ സ്റ്റെപ്പ് ബ്രദറും ഇപ്പൊ കമ്പനിയിൽ ജോയിൻ ചെയ്തിട്ടില്ലേ, എല്ലാ ക്രെഡിറ്റും സ്റ്റെപ്പ് ബ്രദറാണ് കൊണ്ടുപോകുന്നത്, എല്ലാ പ്രോജക്ട്സും അയാളുടെ പേര് കൂടി തന്നെയാണ് പോകുന്നത് എന്നൊക്കെ ഇയാളെ ന്യായീകരിക്കാനായിട്ട് ശ്രമിക്കും. അതുകൊണ്ട് നമ്മളും അങ്ങനെ ചെയ്യണമെന്നൊക്കെ ചോദിച്ചിട്ട് ഇവള് തർക്കിക്കും. പ്രസിഡന്റും സ്റ്റെപ്പ് ബ്രദറിനെയാണ് ഫേവർ ചെയ്യുന്നത്, അതുകൊണ്ട് നമ്മളും അങ്ങനെ തന്നെ വേണം മുന്നോട്ട് പോകാനെന്ന് അയാൾ പറയുന്ന കേൾക്കുമ്പോൾ അവർക്ക് ദേഷ്യം വരും. അത്രയും നാളത്തെ അവന്റെ ഹാർഡ് വർക്ക് ഒക്കെ ഒന്നും അല്ലാതെ പോകുന്നത് കാണുമ്പോൾ എത്രയും പെട്ടെന്ന് ദുബായിലേക്ക് പോയി സ്വന്തമായിട്ട് ഈ ഡീല് സൈൻ ചെയ്തിട്ട് വരാൻ വേണ്ടിയിട്ട് അവൾ ജയോളിന്റെ അടുത്ത് പറയും. മറ്റാർക്കും അറിയത്തില്ലെങ്കിലും ഞാനാണ് ഇതിന് പിന്നിലെന്ന് ഇയാൾക്ക് അറിയാലോ, അത് മതി എന്നാണ് ജയോൾ അവളുടെ അടുത്ത് പറയുന്നത്. അവന് വേണ്ടിയിട്ട് അവൾ അത്രയും വാദിക്കുകയൊക്കെ ചെയ്യുന്ന കാണുമ്പോഴത്തേക്കും അവന് സന്തോഷം തോന്നും. എന്നിട്ട് അവളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ആരൊക്കെ എതിർത്താലും ഇയാൾക്ക് സപ്പോർട്ടുമായിട്ട് ഞാൻ ഇവിടെ ഉള്ളിടത്തോളം കാലം ഞാൻ ഉണ്ടാവുമെന്ന് ഇന ജയോളിന്റെ അടുത്ത് പറയും. അവർ ഡേറ്റ് ചെയ്തിരുന്നു എന്ന് കീജോണിന് മനസ്സിലാവും. എന്തുകൊണ്ടാണ് നിങ്ങൾ ബ്രേക്കപ്പ് ആയതെന്ന് ചോദിക്കും. എനിക്ക് എന്റെ ലൈഫായിട്ട് മുന്നോട്ട് പോകണമെന്ന് തോന്നി. ജയോളിന് അവരുടെ ഫാമിലിക്ക് പറ്റിയ ഒരു പ്രപ്പോസൽ വരികയും ചെയ്തു എന്നാണ് അവൾ മറുപടി കൊടുക്കുന്നത്. ശരിക്കും അത് മാത്രമാണോ റീസൺ അവൻ എടുത്തു ചോദിക്കുമ്പോൾ അവളൊന്നും മിണ്ടത്തില്ല. അപ്പോൾ അവൻ കിട്ടിയ മെയിൽ കാണിച്ചു കൊടുക്കും. എനിക്ക് ഒരു ഇൻഅപ്രോപ്രിയേറ്റ് റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ടൊരു ടിപ്പ് ഓഫ് കിട്ടിയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇതിനെപ്പറ്റി അന്വേഷിച്ചു തുടങ്ങിയെന്ന് അവൻ തുറന്നു പറയും. ഇന ചേച്ചിന്ന് മടങ്ങി വന്ന് ഹെമു കോർപ്പറേഷനിൽ ജോയിൻ ചെയ്ത ഫസ്റ്റ് ഡേ ആണ് ഇത് സംഭവിക്കുന്നത്. അവള് കാർ പാർക്ക് ചെയ്തിട്ട് വരുമ്പോൾ ജയോൾ അവിടെ ഉണ്ടാവും. നീ ശരിക്കും മടങ്ങി വന്നല്ലോ, ഞാൻ ഒരുപാട് മിസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവളെ ഹഗ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് ആ ഒരു ഫോട്ടോ എടുത്തത്. ഇത് ഞാൻ തിരിച്ചു വന്ന ദിവസം സംഭവിച്ചതാണ്. എന്നെ കണ്ട സന്തോഷത്തിൽ ബി.പി ഗ്രീറ്റ് ചെയ്തതാണ്, വേറെ ഒന്നും ഇല്ലാന്ന് പിന്നെ പറയുമ്പോൾ അത് മുഴുവനായിട്ടും കീജുൻ വിശ്വസിക്കുന്നില്ല. നിങ്ങൾക്കിടയിൽ പണ്ടത്തെ ഫീലിങ്സ് ഒന്നും ഇല്ലാന്ന് പിന്നെ പറഞ്ഞത് എനിക്ക് വിശ്വസിക്കണമെന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു ടിപ്പ് കിട്ടിയതിന് ശേഷം ഞാൻ ഇയാളെ സംശയിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വീട്ടിലും ഇയാളെ മോഡലിംഗ് പോകുന്ന സ്ഥലത്തും ഒക്കെ പല പ്രാവശ്യം ഫോളോ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരിക്കൽ പോലും അത് ബി.പി ആണെന്ന് ഞാൻ വിചാരിച്ചില്ല. പറഞ്ഞതെല്ലാം വിശ്വസിക്കാൻ ഞാൻ ശ്രമിക്കാം, ഞാൻ കൂളായിട്ട് അതിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ശ്രമിക്കാം എന്ന് പറഞ്ഞിട്ട് ഇവൻ ആ ടെഡിയും അവൾക്ക് കൊടുത്തിട്ടാണ് പോകുന്നത്. പിറ്റേ ദിവസം ഞാൻ വീട്ടിലേക്ക് കയറുമ്പോൾ ജയോളും ഉണ്ടാവും. ആ എംപ്ലോയിയുടെ പേര് നോക്കി ജൂൺ എന്നല്ലേ, ആള് നല്ല അറഗന്റ് ആണെന്ന് തോന്നുന്നു, വിശ്വസിക്കാനായിട്ട് കൊള്ളാമോ എന്ന് അവൻ ചോദിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെടത്തില്ല. കീജൂൺ സബ്മിസീവ് ആയിട്ടുള്ള ഒരാളല്ല, അത്രേ ഉള്ളൂ എന്ന് അവൾ മറുപടി കൊടുക്കും. അവൻ ഇന്നലെ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു, എന്താണ് അവൻ അതുകൊണ്ട് ഉദ്ദേശിച്ചതെന്ന് ജയോള് ചോദിക്കുമ്പോൾ ഇയാള് ഹെമു കോർപ്പറേഷന്റെ വൈസ് പ്രസിഡന്റ് ആണ്, ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാനായിട്ടുണ്ടാവും, ഏതോ ഒരു എംപ്ലോയി എന്തോ പറഞ്ഞത് എന്താണെന്ന് അന്വേഷിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇനി പോകുന്നത്. അടുത്ത ദിവസം 3 ടീംസിന് ട്രെയിനിങ് സെന്ററിൽ വെച്ച് ഒരു വർക്ക്ഷോപ്പ് നടക്കുകയാണ്. അവരെ ഗ്രീറ്റ് ചെയ്യുന്നതൊക്കെ ജയോളാണ്. അതിനുശേഷം HR ടീമും ഓഡിറ്റ് ടീമും തമ്മിൽ ഗെയിംസ് ഒക്കെ നടക്കാൻ പോവുകയാണെന്ന് അറിയുമ്പോൾ വൈകിട്ടത്തെ മീറ്റിംഗ് ഒക്കെ ക്യാൻസൽ ചെയ്ത് ജയോളും ജോയിൻ ചെയ്യും. VP വരുമ്പോൾ എംപ്ലോയീസിനും ഉത്സാഹവും. ഏത് ടീമിനെ ചീർ ചെയ്യാനാണ് വന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എപ്പോഴും വിന്നറിന്റെ കൂടെയാണെന്നാണ് VP പറയുന്നത്. അത് കേൾക്കുമ്പോൾ കീജൂണിന് ദേഷ്യം വരും. ഒരിക്കലും അങ്ങനെ സംസാരിക്കാനായിട്ട് പാടില്ല. നമ്മളൊരു മാച്ച് ആവുമ്പോൾ ആ പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കണം, ആരാണ് നന്നായിട്ട് കളിക്കുന്നത് നോക്കണം, അതിനുശേഷം വേണം ആരുടെ സൈഡ് വേണമെന്ന് തീരുമാനിക്കാൻ, അല്ലാതെ ആദ്യമേ വിന്നറിന്റെ കൂടെ ആയിരിക്കും എന്ന് പറയുന്നത് ശരിയല്ല എന്ന് അവൻ തിരിച്ചു പറയും. അവൻ എന്താണ് VP എടുത്ത് തിരിച്ച് സംസാരിക്കുന്നതെന്ന് എല്ലാവരും അന്തം വിട്ട് നോക്കും. എന്താണ് കാര്യം എന്ന് എനിക്ക് മാത്രമേ മനസ്സിലാകത്തുള്ളൂ.
രണ്ടുപേരും അർത്ഥം വെച്ചാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത്. അതിനുശേഷം മാച്ച് സ്റ്റാർട്ട് ചെയ്യും. രണ്ടുപേരും വിട്ടുകൊടുക്കത്തില്ല. കിജൂൺ എന്താ ഇങ്ങനെ ഓപ്പോസിറ്റ് ടീമിൽ VP ഉണ്ടെങ്കിൽ നമ്മളൊന്ന് വിട്ടുകൊടുക്കണം എന്ന് അവനോട് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കാനൊക്കെ ടീം മെമ്പേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. അവസാനം കിജൂൺ ജയിക്കുന്നാവുമ്പോഴത്തേക്കിനും ഇന അവനെ വന്ന് തെള്ളിയിടും. എന്ത് വന്നാലും വിൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ജയിക്കാൻ പറ്റാത്തതിൽ സങ്കടം ഉണ്ടോന്ന് ജയോള് വന്നിട്ട് കിജൂണിന്റെ അടുത്ത് ചോദിക്കും. ഇന മനഃപൂർവ്വം തള്ളിയിട്ടതാണ്. അത് ഇയാൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. തന്റെ ലൈഫിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? എന്ത് സംഭവിച്ചാലും ഇയാളെ സപ്പോർട്ട് ചെയ്ത് ഇയാളുടെ കൂടെ നിൽക്കുന്ന ഒരാളെന്ന് അർത്ഥം വെച്ചിട്ടാണ് ജയോള് ചോദിക്കുന്നത്. സാർ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ സാറിന്റെ ആ സംസാര രീതിയും ടോണും ഒക്കെ കേൾക്കുമ്പോൾ കാര്യമായിട്ട് എൻ്റെ അടുത്ത് നിന്ന് എന്തോ ഒളിക്കാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞിട്ടാണ് കിജൂൺ അവിടുന്ന് പോകുന്നത്. അത് ജയോളിനെ ഇഷ്ടപ്പെടത്തില്ല. ആ ഒരു ദേഷ്യത്തിലാണ് ജയോൾ അവിടുന്ന് തിരിച്ചു പോകാനായിട്ട് തുടങ്ങുന്നത്. അന്നേരമാണ് പെട്ടെന്ന് മിസ് പാർക്കിന്റെ കൂടെ അന്ന് നടന്നു പോയത് കിജൂൺ ആണെന്ന് അവന് ഓർമ്മ വരുന്നത്. ഇയാൾ താമസിക്കുന്നത് കിജൂണിന്റെ കൂടെയാണോ എന്ന് മിസ് പാർക്കിന്റെ അടുത്ത് ജയോൾ ചോദിക്കും. ഇന മുറിവിന്റെ മരുന്നൊക്കെ ആയിട്ട് കിജൂണിനെ അന്വേഷിച്ചു വരും. എന്നെ തള്ളിയിട്ട് നമ്മുടെ ടീമിനെ തോൽപ്പിച്ചതും പോരാ, ഇപ്പൊ എന്തിനാണ് മരുന്നായിട്ട് വരുന്നത്? VP ജയിക്കണമെന്ന് അത്ര നിർബന്ധമായിരുന്നു? VPയുടെ കാര്യത്തില് ഇത്രയ്ക്കും കെയറും കൺസേണും ഉണ്ടോ എന്നൊക്കെ അവൻ ചോദിക്കുന്നത് കേൾക്കുമ്പോൾ ഇയാൾ ഇവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് കുറെ കാലമായില്ലേ, ഇതുവരെ ഇവിടുത്തെ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാറായില്ലേ എന്ന് ഇന്നെ തിരിച്ചു ചോദിക്കും. VP ഒന്നും പറയത്തില്ലായിരിക്കും, പക്ഷെ അവിടെ HR ടീമിലെ ആളുകളും ഉണ്ടായിരുന്നു. അവര് നോക്കി വെച്ചിട്ട് VPക്ക് വേണ്ടിയിട്ട് പ്രതികാരം ചെയ്തേനെ, ഇയാളുടെ കരിയർ ഇന്നുകൊണ്ട് അവസാനിച്ചേനെന്ന് ഇന്നെ പറയുന്നത് കേൾക്കുമ്പോൾ ജയോള് പറഞ്ഞുകൊണ്ടല്ല കാര്യം, അവനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന അങ്ങനെ ചെയ്തതെന്ന് കിജൂണിന് മനസ്സിലാവും. അവന് സന്തോഷവും. എന്തായാലും ഈ കേസ് ഞാൻ കൺക്ലൂഡ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങളുടെ രണ്ടുപേരുടെയും ഫീലിങ്സ് വ്യത്യസ്തമാണെന്ന് എനിക്ക് തിരിച്ചറിയാനായിട്ട് പറ്റി. എനിക്ക് എത്ര സമയം വേണമെങ്കിലും എടുക്കാം. ഇയാളുടെ ഫീലിങ്സിനെ പറ്റി ഒരു ക്ലാരിറ്റി വരാനായിട്ട് എത്ര നാൾ വേണമെങ്കിലും എടുത്തോളൂ, ഞാൻ അതുവരെ വെയിറ്റ് ചെയ്യാമെന്ന് കിജൂൺ അവിടെ അടുത്ത് പറയും. ഒരു ഫീമെയിൽ എംപ്ലോയി ഷവർ ചെയ്യാനായിട്ട് പോകുമ്പോൾ ആരോ വീഡിയോ എടുക്കും. ആ പെൺകുട്ടി അത് വന്ന് ഓഡിറ്റ് ടീമിന്റെ അടുത്ത് പറയും. അപ്പൊ ആരാണെന്ന് കണ്ടുപിടിക്കണം. അവരുടെ കൂട്ടത്തിലുള്ള ആരോ ആണ്, കാരണം ആ ടീഷർട്ട് ആണ് ഇട്ടിരുന്നത്. പിന്നെ വൈറ്റ് കളറിലെ ഫോണും ആണെന്ന് ആ പെൺകുട്ടി പറയുന്ന തന്നെ എല്ലാവരുടെയും ഫോൺ ചെക്ക് ചെയ്യാനായിട്ട് തീരുമാനിക്കും. ഫോൺ മാത്രം ചെക്ക് ചെയ്താൽ പോരാ, ചിലപ്പോൾ എക്സ്ട്രാ ഫോൺ ഉണ്ടാവും. അതുകൊണ്ട് ഇത് ലഗേജിലേക്ക് മാറ്റിയാലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാവരുടെയും ലഗേജും ചെക്ക് ചെയ്യാനായിട്ട് തീരുമാനമാവും. കിജൂണും HR ടീമിൽ നിന്ന് ആനെന്ന് പറഞ്ഞ ആളും കൂടിയാണ് എല്ലാവരുടെയും ഫോണൊക്കെ ചെക്ക് ചെയ്യുന്നത്. അവർക്ക് എന്നിട്ടും ആരാണ് എന്താണെന്നൊന്നും കണ്ടുപിടിക്കാനായിട്ട് പറ്റിയിട്ടില്ല. എൻട്രൻസിന്റെ അവിടെ CCTV ഉണ്ടാവുമല്ലോ, മാനേജ്മെന്റിന്റെ അടുത്ത് ചോദിച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ അത് ചെക്ക് ചെയ്യാമെന്ന് അവർ തീരുമാനിക്കും. ആ സമയത്ത് ഇവർ തിരിച്ചു പോകാനായിട്ട് തുടങ്ങുന്നുണ്ടേ ആന്റെ പോക്കറ്റിൽ നിന്ന് ഒരു സിഗരറ്റ് പാക്കറ്റ് വെളിയിലേക്ക് വീഴും. അയാൾ അത് എടുക്കാനായിട്ട് പോകുമ്പോഴത്തേക്കിനും ഇയാൾ സ്മോക്ക് ചെയ്യത്തില്ലായിരുന്നല്ലോ, എന്ന് മുതലാണ് സ്മോക്ക് ചെയ്യാൻ തുടങ്ങിയതെന്ന് HR ലേഡി ചോദിക്കും. അത് കേൾക്കുമ്പോഴത്തേക്കിനും കിജൂൺ സംശയം തോന്നി അവൻ ചെന്നത് എടുത്ത് നോക്കുമ്പോഴത്തേക്കിനും അതിനകത്ത് എന്തോ ഉണ്ടെന്ന് മനസ്സിലാവും. ഞാൻ രഹസ്യമായിട്ട് വല്ലപ്പോഴും സ്മോക്ക് ചെയ്യാറുണ്ട്, ക്വിറ്റ് ചെയ്യാനായിട്ട് പോവുകയാണെന്ന് ഉടനെ ഇയാൾ മറുപടി കൊടുക്കും. അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ ക്വിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഇവൻ അത് കൊടുക്കാതിരിക്കാനായിട്ട് ശ്രമിക്കും. അത് കാണുമ്പോൾ ഇനയ്ക്കും എന്തോ സംശയം തോന്നും. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ തന്നെ ക്വിറ്റ് ചെയ്യാനായിട്ടൊക്കെ പറഞ്ഞിട്ട് അവളും അങ്ങോട്ടേക്ക് വരും. പെട്ടെന്ന് അയാൾ പാനിക്കായിട്ട് അതും തട്ടിപ്പറിച്ച് ഓടാനായിട്ട് തുടങ്ങുമ്പോൾ ഇന കാല് വെച്ച് അയാളെ തള്ളി താഴെ ഇടും. എന്നിട്ട് ആ സിഗരറ്റ് പാക്കറ്റ് എടുത്ത് നോക്കും. അതിനകത്ത് 2-3 സിഗരറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ചെറിയ ക്യാമറ ഉണ്ടായിരുന്നു. വൈറ്റ് കളറിൽ കണ്ടത് സിഗരറ്റ് പാക്കറ്റ് ആയിരുന്നു, ഫോൺ അല്ലാന്ന് അവർക്കെല്ലാം മനസ്സിലാവും. സ്വന്തം ടീമിലെ ആളാണെന്ന് അറിയുമ്പോഴത്തേക്കിനും HR ഡിപ്പാർട്ട്മെന്റ് ഹെഡും ആകെ ഷോക്ക്ഡായി പോകും. ഇത് ഇയാളുടെ സ്ഥിരം പരിപാടിയാണ്. അയാൾ ഒരു സ്ഥിരം ഒഫൻഡർ ആണ്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മുതൽ ഇത് തന്നെയാണ് ഇയാളുടെ ജോലി എന്ന് അയാളുടെ ക്യാമറ പരിശോധിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും. ഇത് നമ്മുടെ കമ്പനിയുടെ ഇമേജിനെ ബാധിക്കുന്നത് കൊണ്ട് പുറത്തറിയാതിരിക്കാനായിട്ട് ശ്രമിക്കാമോ എന്ന് അയാൾ ചോദിക്കുമ്പോൾ അവർക്ക് രണ്ടുപേർക്കും ദേഷ്യം വരും. ബാക്കിയുള്ള കമ്പനീസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഹൈഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ ഞങ്ങൾ അങ്ങനെ ചെയ്യാനായിട്ട് പോകുന്നില്ല, ഇത് മാക്സിമം പബ്ലിക് അറ്റൻഷൻ കിട്ടുന്ന രീതിക്ക് തന്നെ ബ്ലോ അപ്പ് ചെയ്യാനായിട്ട് പോവാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരെ പ്രോപ്പറായിട്ട് ഇവിടെ പണിഷ് ചെയ്യുന്നുണ്ടെന്ന് എല്ലാവരും അറിയട്ടെ എന്നാണ് കിജൂൺ പറയുന്നത്. എനിക്ക് ക്യാൻറ്റീനിലെ ഫുഡ് ഇഷ്ടമല്ല, നമുക്ക് പുറത്ത് പോയി ഡെലിഷ്യസ് ആയിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് കിജൂൺ ഇങ്ങനെയടുത്ത് പറയും. നമുക്ക് ആൻ്റെ കേസ് എത്രയും പെട്ടെന്ന് ക്ലോസ് ചെയ്യണം, പുറത്ത് പോയി സമയം കളയാനായിട്ടില്ല, ഇവിടുത്തെ ഫുഡ് നല്ല ഡെലിഷ്യസ് ആണല്ലോ എന്ന് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജയോള് അങ്ങോട്ടേക്ക് വരും. ഇന്ന് ഞാൻ നമ്മുടെ ക്യാൻറ്റീനിൽ നിന്നാണ് കഴിക്കുന്നതെന്ന് പറഞ്ഞിട്ട് മിസ് പാർക്ക് കൊണ്ടുവന്ന ഫുഡ് കഴിക്കാതെ മനഃപൂർവ്വം അങ്ങോട്ടേക്ക് വരികയാണ്. ഇനയുടെയും ഗീതുവിന്റെ അടുത്തേക്കാണ് ജയോള് വരുന്നത്. മിസ് പാർക്കിന്റെ അടുത്തും അങ്ങോട്ടേക്ക് വരാനായിട്ട് പറയും. ഇവിടെ ഇരുന്നോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ ഈ ക്യാൻറ്റീൻ റെന്റിനൊന്നും എടുത്തിട്ടില്ല, ആർക്ക് എവിടെ വേണമെങ്കിലും ഇരിക്കാന്ന് പിന്നെ മറുപടി കൊടുക്കും. ഇന്നലെ മിസ്റ്റർ ആനിന്റെ കേസ് ഹാൻഡിൽ ചെയ്ത കാര്യം ഞാൻ അറിഞ്ഞു. ഇയാൾ എത്രയോ എഫിഷ്യന്റ് ആണ്. അങ്ങനെയുള്ള ഒരു എംപ്ലോയിയെ എന്തിനാണ് ഇങ്ങനെയുള്ള കേസസ് ഒക്കെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ടീം 3ലേക്ക് മാറ്റിയതെന്ന് ഇനയെടുത്ത് ജയോള് ചോദിക്കും. ഞാൻ ഹാർഡ് വർക്കിംഗ് ആണ്, എഫിഷ്യന്റ് ആണ്, അതുകൊണ്ട് എവിടെ പോയാലും എനിക്ക് നന്നായിട്ട് വർക്ക് ചെയ്യാനായിട്ട് പറ്റും എന്നാണ് കീജൂണ് നേരം മറുപടി പറയുന്നത്. ജയോള് മനഃപൂർവ്വം അങ്ങോട്ടേക്ക് വന്നതാണെന്ന് മനസ്സിലാകുമ്പോഴത്തേക്കിനും കീജൂണിന് ദേഷ്യമാവും. ആ ദേഷ്യത്തിന് സ്പീഡിൽ ഫുഡ് കഴിക്കുമ്പോൾ
കീജൂൺ ചോക്ക് ചെയ്യാനായിട്ട് പോവും. ഇന വെള്ളം എടുക്കുമ്പോഴത്തേക്കിനും മിസ് പാർക്ക് ഓൾറെഡി വെള്ളം കൊടുത്തിട്ടുണ്ടാവും. ഇത് ജെയോള് ശ്രദ്ധിക്കും. മിസ് പാർക്കും കീജൂണും തമ്മിൽ സ്പെഷ്യൽ റിലേഷൻ ഉണ്ടെന്ന് തോന്നുന്നല്ലോ എന്ന് അവൻ അർത്ഥം വെച്ച് പറയും. അവൻ എന്താണ് പറയാൻ ശ്രമിക്കുന്നതെന്ന് ഇനയ്ക്ക് മനസ്സിലാവും. അവക്ക് അതറിയാന്നുള്ള രീതിക്ക് ഇന സംസാരിക്കുന്നുണ്ടെ ഓൾറെഡി അറിയാമായിരുന്നോ എന്ന് ജെയോൾ എടുത്ത് ചോദിക്കും. ഇനയും ഞങ്ങളുടെ അപ്പാർട്ട്മെന്റിൽ വന്നിട്ടുണ്ടെന്നുണ്ടെ മിസ് പാർക്ക് പറയും. എന്ന് മുതലാണ് സുപ്പീരിയേഴ്സ് നമ്മുടെ കമ്പനിയിൽ നിന്ന് എംപ്ലോയീസിന്റെ അപ്പാർട്ട്മെന്റ് ഒക്കെ വിസിറ്റ് ചെയ്യാൻ തുടങ്ങിയതെന്നുണ്ടെ ജെയോൾ ചോദിക്കും. അവരുടെ കോൺവെർസേഷൻ അൺകംഫർട്ടബിൾ ആയിട്ട് മാറുന്നുണ്ടെന്ന് കീജൂൺ തിരിച്ചറിയും. എനിക്ക് പെൻഡിങ് കുറച്ച് ജോലിയുണ്ട്, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് കീജൂൺ പോകാനായിട്ട് എഴുന്നേക്കുന്നുണ്ടെ ഒന്നിച്ച ഫുഡ് കഴിക്കാനിരുന്ന ഒന്നിച്ച് എഴുന്നേക്കുന്നതാണ് ബേസിക് മാനേഴ്സ് എന്ന് അറിഞ്ഞുകൂടെയെന്ന് ജെയോൾ ചോദിക്കും. അത് കേൾക്കുമ്പോൾ ഇനയും കീജൂണിന്റെ കൂടെ എഴുന്നേക്കും. ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനും ജോലി ഉണ്ടെന്ന കാര്യം മറന്നുപോയി. നിങ്ങൾ നിങ്ങളുടെ ലഞ്ച് കണ്ടിന്യൂ ചെയ്തോളൂ. പിന്നെ ഒരു കാര്യം ഓർക്കണം, ഞങ്ങൾ ഇവിടെ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ നിങ്ങളാണ് ഇടയ്ക്ക് കയറി വന്നതെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അത് കീജൂണിന് ഇഷ്ടപ്പെടും, പക്ഷേ ജെയോളിന് ദേഷ്യമാവും. ലഞ്ച് മുഴുവൻ കഴിക്കാൻ പറ്റാത്തത് കൊണ്ട് കമ്പനിയുടെ ഫ്രണ്ടിലെ ഫുഡ് കാർട്ടിൽ നിന്ന് ടോസ്റ്റ് വാങ്ങി കഴിക്കും രണ്ടുപേരും. VP ഇമച്യൂർ ആയിട്ടാണ് ബിഹേവ് ചെയ്തത്. എന്തായാലും എൻ്റെ അടുത്ത് ദേഷ്യമായിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാമെന്ന് കീജൂൺ പറയുമ്പോൾ അതറിയാമെങ്കിൽ പിന്നെ എന്തിനാണ് അങ്ങനെയൊക്കെ സംസാരിക്കാൻ പോയതെന്ന് ഇന അവൻ്റെ അടുത്ത് ചോദിക്കും. VPക്ക് ഇപ്പോഴും പഴയതുപോലെ ഇനയെടുത്ത ഫീലിങ്സ് ഉണ്ടെന്ന് എനിക്ക് തിരിച്ചറിയാനായിട്ട് പറ്റിയെന്ന് അവൻ പറയും. എനിക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ എന്നെ പ്രൊട്ടക്ട് ചെയ്യുമല്ലോ എന്ന് അവൻ എന്നെ അടുത്ത് ചോദിക്കും. എനിക്ക് തിരിച്ച ഫീലിങ്സ് ഇല്ലാത്തടത്തോളം എന്നെ സംബന്ധിച്ച് ഇതൊന്നും ഒരു വിഷയമേ അല്ല എന്ന് അവൻ വീണ്ടും അവളുടെ അടുത്ത് പറയും. VP എംപ്ലോയീസിന്റെ കൂടെ ക്യാൻറ്റീനിൽ വന്നിരുന്ന് കഴിച്ചു എന്നുള്ളത് കമ്പനിയിൽ വലിയ സംഭവമാവും. അത് ഓഡിറ്റിംഗ് മണ്ണിലെ ഒരാൾ പറഞ്ഞിട്ടാണ് സാങ്യോളും അറിയുന്നത്. ഇയാളിപ്പോ ഏതൊക്കെ സബ്സിഡറീസിന്റെ ഓഡിറ്റ് ആണ് ഹാൻഡിൽ ചെയ്യുന്നതെന്ന് സാങ്യോള് അവൻ്റെ അടുത്ത് ചോദിക്കും. സ്റ്റീൽ കമ്പനിയുടെയും ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെയും ആണ് നോക്കുന്നതെന്ന് പറയുന്നുണ്ടേ. ഇതിനു മുമ്പ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടേത് ആരാണ് നോക്കിക്കൊണ്ടിരുന്നത് അറിയാവോ എന്ന് സാങ്യോൾ വീണ്ടും എടുത്തു ചോദിക്കും. അവനത് ആരാണെന്ന് അറിയത്തില്ല, എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇന്നലെ അവിടുത്തെ കുറച്ച് എക്സിക്യൂട്ടീവ്സുമായിട്ട് മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനു മുമ്പുള്ള ആള് അവരെ വല്ലാതെ പ്രഷർ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പൊ പക്ഷെ ഓഡിറ്റ് ടീമിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെയൊന്നും ഇല്ലാന്ന് പറഞ്ഞു കേട്ടു. അപ്പോൾ ആരെങ്കിലും അവരുടെ പവർ മിസ്യൂസ് ചെയ്തതാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചതാണെന്ന് സാങ്യോൾ അവനോട് പറയും. ആർട്സ് ക്ലാസ് ഡയറക്ടറുടെ അടുത്ത് നിന്ന് എനിക്ക് കോള് വരും. ഇനി മുതൽ അവള് നോട്ട് മോഡലിംഗ് ചെയ്യാനായിട്ട് ചെല്ലണ്ടെന്നാണ് ഡയറക്ടർ അവളോട് പറയുന്നത്. എന്നെ ഫയർ ചെയ്യുവാണോ എന്ന് അവൾ ചോദിക്കുമ്പോൾ അല്ല, തനിക്കിനി ഇതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആദ്യം മുതലേ ഞാൻ ഇയാളെ ഇങ്ങനെ റിക്രൂട്ട് ചെയ്യാനായിട്ട് പാടില്ലായിരുന്നു. എൻ്റെ ബിസിനസ് മോശമായിരുന്നു, അതുകൊണ്ടാണ് ഫ്രീ ആയിട്ട് തന്നെ ഇയാളെ കൊണ്ട് ഞാനത് ചെയ്യിച്ചുകൊണ്ടിരുന്നത്. പ്രോപ്പറായിട്ട് പേയ്മെന്റ് ഒക്കെ തരണമായിരുന്നു എന്നൊക്കെ ഡയറക്ടർ പറയുമ്പോൾ അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. എനിക്ക് ഇത് എത്രമാത്രം അത്യാവശ്യമുള്ളൊരു കാര്യമായിരുന്നു എന്ന് ഡയറക്ടർക്ക് അറിയാലോ എന്ന് അവൾ ചോദിക്കും. അപ്പോൾ അവർ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇനി ഇയാൾക്ക് ഇതിൻ്റെ ആവശ്യമില്ല. കാരണം കുറച്ച് നാളായിട്ട് ഇയാളെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, നമുക്ക് എത്രയോ കാലമായിട്ട് പരിചയമുണ്ട്. ഇയാൾക്കിപ്പോൾ നല്ല സന്തോഷവും സമാധാനവും ഉണ്ടെന്ന് തോന്നുന്നു. റിലേഷൻഷിപ്പിലാണോ, ആരാണ് ആളെന്നൊക്കെ ചോദിക്കും. അങ്ങനെയൊന്നുമില്ല, അത് വർക്ക് ആകത്തില്ല, കാരണം എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആളാണെന്ന് അവൾ പറയുമ്പോൾ അതുകൊണ്ട് എന്താണ് പ്രശ്നം, നമ്മൾ ഇടയ്ക്ക് ക്രൈസി ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കണം, ഇല്ലെങ്കിൽ ലൈഫ് ബോറിംഗ് ആയിരിക്കും. അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നും വിചാരിക്കാതെ ലൈഫിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയാൽ എപ്പോഴും ഇതുപോലെ ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുമെന്ന് ഡയറക്ടർ അവളോട് പറയും. ഉച്ചയ്ക്ക് നേരെ ഫുഡ് കഴിച്ചില്ലെന്ന് അറിയാമെന്ന് പറഞ്ഞിട്ട് VPക്ക് ഫുഡുമായിട്ട് വരും മിസ് പാർക്ക്. ഉച്ചയ്ക്ക് എന്നെ യൂസ് ചെയ്തതാണെന്ന് എനിക്ക് മനസ്സിലായി, പക്ഷേ VP ലൈൻ ക്രോസ് ചെയ്തു. ഒരിക്കലും അത് ചെയ്യാനായിട്ട് പാടില്ലായിരുന്നു. ഞാൻ കീജൂണിനെ ഡേറ്റ് ചെയ്തിരുന്നു. എൻ്റെ ഫാമിലി കാര്യങ്ങളൊക്കെ അറിഞ്ഞ് അവന് ഞാനൊരു ബർഡൻ ആകരുതെന്ന് വിചാരിച്ചിട്ട് ഞാനായിട്ട് ബ്രേക്കപ്പ് ആയതാണെന്ന് അവൾ പറയുമ്പോൾ ഇതൊക്കെ എന്തിനാണ് എന്നോട് ഇപ്പോൾ പറയുന്നതെന്ന് ചോദിക്കും. ഞാൻ VPയുടെ അസിസ്റ്റന്റ് മാത്രമല്ല, VP ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടി കൂടിയാണ്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും എനിക്ക് മനസ്സിലാവുമെന്ന് VPയും തിരിച്ചറിയണം. VPക്ക് ഇനെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. കീജൂൺ നല്ലൊരാളാണ്. എങ്ങനെയൊക്കെ നോക്കിയാലും VPയെ പോലെ ഒരാളിന് പോലും അവനെക്കുറിച്ച് യാതൊരു കുറ്റവും കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് അവൾ അവിടുന്ന് പോകുന്നത്. ഞാൻ ഈ കമ്പനിയിൽ ഇന്റേൺ ആയിട്ട് ജോയിൻ ചെയ്തപ്പോൾ മുതൽ ആ ഫുഡ് കാർട്ട് അവിടെയുണ്ട്. അവിടുത്തെ ടോസ്റ്റിന് നല്ല ടേസ്റ്റ് ആണെന്നൊക്കെ തലേ ദിവസം ഇനെ പറഞ്ഞത് ആലോചിച്ചിട്ട് അവർക്ക് വേണ്ടിയിട്ടും ടോസ്റ്റ് വാങ്ങിയിട്ടാണ് പിറ്റേ ദിവസം രാവിലെ കീജൂൺ ഓഫീസിലേക്ക് വരുന്നത്. അങ്ങോട്ടേക്ക് വരുമ്പോൾ എല്ലാവരും അവനെ നോക്കി എന്തൊക്കെയോ അടക്കം പറയുന്നത് അവന് മനസ്സിലാവും. ആ സമയത്ത് ആനിന്റെ കോള് വരും. അയാളെ പറ്റി ഫൈനൽ റിപ്പോർട്ട് കൊടുക്കാനായിട്ട് ഇരിക്കുവാണല്ലോ, അതുകൊണ്ട് തന്നെ എന്തിനാണ് ഇയാൾ എന്നെ വിളിക്കുന്നതെന്ന് പറഞ്ഞ് അവൻ കോള് കട്ട് ചെയ്യും. ഇയാളാണെങ്കിൽ വീണ്ടും വീണ്ടും വിളിച്ചു നോക്കിക്കൊണ്ടേയിരിക്കും. ടീം 1 അവന്റെ കൊളീഗ് വന്നിട്ട് ശരിക്കും VPക്ക് നിന്നെ ഇഷ്ടമായി എന്ന് തോന്നുന്നു, നീ ഭാഗ്യം ചെയ്തവനാണെന്നൊക്കെ പറയും. എന്താണ് കാര്യം ചോദിക്കുമ്പോൾ നീ ഇതുവരെ ഒന്നും അറിഞ്ഞില്ലേ, ഞാൻ HR ടീമിൽ നിന്ന് അറിഞ്ഞതാണ്, നിനക്ക് US പോസ്റ്റിംഗ് ആയെന്ന് ഫ്രണ്ട് പറയും. മിസ്റ്റർ ആൻ അവസാനം അവരുടെ ടീമിൽ നിന്ന് ഒരാളെ വിളിച്ചു വരുത്തി എങ്ങനെയെങ്കിലും ഹെൽപ്പ് ചെയ്യണമെന്ന് പറയും. കീജൂണിന്റെ അടുത്തൊന്ന് സംസാരിക്കാൻ പറ്റുമോ,
എംപ്ലോയീസിന്റെ അടുത്തൊക്കെ ഒരു പെറ്റീഷൻ കൊടുക്കാനായിട്ട് പറയണം. ഞാൻ നല്ല ഹാർഡ് വർക്കിംഗ് ആയിരുന്നു, ഇത്രയും നാൾ പ്രശ്നമൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് നെഗോഷിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാമോ? ഞാൻ ഡിവോഴ്സിന്റെ വാക്കിലാണ്, വൈഫ് എന്നെ കുട്ടിയെ കാണാനായിട്ട് സമ്മതിക്കുന്നില്ല, ആകെ പ്രശ്നത്തിലാണ്, നീ എന്നെ ഒന്ന് മനസ്സിലാക്കണം എന്നൊക്കെ പറയുന്നുണ്ടേ. ഞാൻ എന്തൊക്കെ ചെയ്യാൻ ശ്രമിച്ചാലും ഓഡിറ്റ് ടീം എന്തായാലും റിപ്പോർട്ട് കൊടുക്കുമെന്ന് തീരുമാനിച്ചു വെച്ചേക്കുവാണെന്ന് പറയും. ഞാൻ കീജൂണിനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെന്ന് ആൻ പറയുന്നുണ്ടേ. അതുകൊണ്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഈ ഇൻസിഡന്റോട് കൂടി അവന് എല്ലാവരുടെ ഇടയിൽ നല്ല മതിപ്പുണ്ടാക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അവനെ യുഎസിലേക്ക് പോസ്റ്റ് ചെയ്യുകയും ചെയ്തു എന്ന് അയാളോട് പറയും. ജയോള് കമ്പനി ഡയറക്ടേഴ്സുമായിട്ട് മീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ സംഭവം അറിഞ്ഞിട്ട് ഇന ദേഷ്യത്തിലെ വാതിലും തള്ളി തുറന്ന് അങ്ങോട്ടേക്ക് ചെല്ലും. ഒരു മുന്നറിയിപ്പും ഇല്ലാതെ എംപ്ലോയിയുടെ അടുത്തോ ടീം ലീഡറായ എന്നോടോ ഡിസ്കസ് ചെയ്യാതെ ഇങ്ങനെ ഒരു തീരുമാനം എന്തിനാണ് എടുത്തത്, എന്തിനാണ് അയാളെ യുഎസിലേക്ക് പോസ്റ്റ് ചെയ്തതെന്നൊക്കെ ഇന ജയോളുടെ അടുത്ത് ദേഷ്യപ്പെടും. എനിക്കായിരുന്നു ഇതൊക്കെ തീരുമാനിക്കാനുള്ള അധികാരം, ഇതൊരു ഡിസിപ്ലിനറി ആക്ഷൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്, നിങ്ങൾ നിങ്ങളുടെ അധികാരം ദുരുപയോഗം ചെയ്യുകയാണ് ചെയ്തത്, എന്തായാലും ഇത് കംപ്ലൈന്റ് ആക്കിയിട്ട് ഓഡിറ്റ് ടീം ഇതിനെപ്പറ്റി അന്വേഷിക്കാൻ പോവാണെന്നൊക്കെയാണ് അവൻ്റെ അടുത്ത് ഇന ദേഷ്യപ്പെടുന്നത്. ഈ ഒരു ചെറിയ കാര്യത്തിനാണോ ഡയറക്ടേഴ്സിന്റെ മീറ്റിംഗിന്റെ ഇടയിൽ നിന്ന് എന്നെ വിളിച്ചുകൊണ്ട് വന്നതെന്നാണ് അവൻ തിരിച്ചു ചോദിക്കുന്നത്. ഇത്രയും ടാലന്റഡ് ആയിട്ടുള്ള ഒരു എംപ്ലോയിയെ ഇവിടെ വെറുതെ ഇങ്ങനെയുള്ള കേസുകളൊന്നും അന്വേഷിച്ച് സമയം കളയേണ്ട കാര്യമില്ല. നമ്മൾ ഒരാൾക്ക് ടാലന്റ് ഉണ്ടെങ്കിൽ നന്നായിട്ട് ഉപയോഗിക്കണം. ഇത് യുഎസിലേക്കുള്ള പോസ്റ്റിംഗ് ആണ്. ഈ കമ്പനിയിലെ ഏതൊരു എംപ്ലോയിയും ഈ ഒരു പോസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് കൊതിക്കും. തന്നെയല്ല, അയാളിപ്പോൾ വെറും ഒരു അസിസ്റ്റന്റ് മാനേജറാണ്, അങ്ങോട്ടേക്ക് പോകുന്നത് മാനേജറായിട്ട് പ്രൊമോഷൻ കിട്ടിയിട്ടാണെന്നൊക്കെ ജിയോള് പറയുമ്പോൾ അത് മാത്രമാണോ കാര്യം, അല്ലാതെ നിങ്ങളുടെ പേഴ്സണൽ ഫീലിങ്സ് ഇതിൽ ഇൻവോൾവ് അല്ലേ എന്ന് ഇന ജിയോളുടെ അടുത്ത് ചോദിക്കും. എനിക്ക് പല തീരുമാനങ്ങളും എടുക്കാൻ പറ്റും, പക്ഷെ അതിൽ ഏറ്റവും മൈൽഡ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. ഇയാളിപ്പോ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് ഒഫീഷ്യൽ റീസൺസ് കാരണം മാത്രമാണെന്ന് ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റുമോ? ഇയാൾക്ക് അതിൽ പേഴ്സണൽ ഫീലിങ്സ് ഒന്നും ഇൻവോൾവ് അല്ല എന്ന് പറയാൻ പറ്റുമോ എന്ന് ജയോള് തിരിച്ച് അവളുടെ അടുത്ത് ചോദിക്കുമ്പോൾ ഇന മിണ്ടാതെ ഇനയും ഫോൺ ചെയ്തുകൊണ്ട് കീജൂൺ കമ്പനി ലോബിയിലേക്ക് വരും. അവൾ കോൾ എടുക്കുന്നില്ല. അന്നേരം മിസ്റ്റർ ആൻ അങ്ങോട്ടേക്ക് വന്നിട്ട് അവനെ സ്റ്റാബ് ചെയ്യും. കമ്പനിയിലെ എംപ്ലോയീസ് എല്ലാം കാണും. അന്നേരത്തേക്ക് സെക്യൂരിറ്റി എല്ലാം വന്ന് അയാളെ പിടിച്ചു മാറ്റും. ആളുകൾ ഓടിക്കൂടും. അവനെ ആംബുലൻസിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. തിരിച്ച് കമ്പനിയിലേക്ക് കാര്യങ്ങളൊക്കെ അറിഞ്ഞ് വരുമ്പോഴത്തേക്കും അവിടെ കിടക്കുന്ന ബ്ലഡ് എല്ലാം കണ്ട് ഇതിനെ പേടിക്കും. അവള് ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് തുടങ്ങുമ്പോൾ ഈ കണ്ടീഷനിൽ ഡ്രൈവ് ചെയ്യേണ്ട, ഞാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് ജയോളാണ് ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അന്നേരത്തേക്ക് ട്രാഫിക് ബ്ലോക്ക് ആവും. കുറെ നേരം എടുക്കുമെന്ന് പേടിച്ചിട്ട് അവൾ അന്നേരം തന്നെ ഞാൻ ഇവിടുന്ന് പൊക്കോളാന്ന് പറഞ്ഞിട്ട് ഇറങ്ങി ഓടുകയാണ് ചെയ്യുന്നത്. കീജനുമായിട്ട് സ്പെൻഡ് ചെയ്ത സമയം മുഴുവൻ ഇന ഓർക്കും. എന്തുകൊണ്ടാണ് എന്നെ ഒരു ഡിസ്റ്റൻസിൽ നിർത്തിയേക്കുന്നതെന്ന് പല പ്രാവശ്യം അവൻ ചോദിച്ചതും അവൾ ഓർക്കും. ഇന കാറിൽ നിന്ന് ഇറങ്ങി ഓടി പോകുമ്പോഴത്തേക്കിനും എത്രമാത്രം കീജൂണിനെ അവൾ വാല്യൂ ചെയ്യുന്നുണ്ടെന്ന് ജയോള് തിരിച്ചറിയും.